ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ടേമിനൽ ഇവാലുവേഷൻ 2023-24 എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഇത് 40 മാർക്കിൻ്റെ അല്ലേ, 1.5 അവറാണ് വരുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇൻസ്ട്രക്ഷൻ: റൈറ്റ് എനി 4 ക്വസ്റ്റ്യൻസ്. എന്താണ്? എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിങ് 2 സ്കോർ അല്ലേ. എന്താണ് 4 ക്വസ്റ്റ്യനിൽ 1 മുതൽ 5 വരെയുള്ള 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി അല്ലേ. നോക്കൂ, ഈച്ച് ഇതിനെന്താ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് കേട്ടോ. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു എ സി, ദെൻ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഡാഷ്, ആംഗിൾ എ ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നോക്കൂ, ആംഗിൾ സി എത്രയാണ്? എ ബി എ സിയും അല്ലേ. ഈ എ ബിയും എ സിയും എന്താ ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും അതുപോലെ സെയിം ആയിട്ടുള്ള ആംഗിൾ എന്താ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ എ ബിയും എ സിയും ആണ് എന്ത് ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എ സിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? 55. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത് എത്ര ആയിരിക്കും? ഇതും 55 ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ സി ഇസ് ഈക്വൽ ടു 55. ഇനി ആംഗിൾ എ കണ്ടുപിടിച്ചൂടെ? ആംഗിൾ എ എങ്ങനെ കണ്ടുപിടിക്കുക? എന്താണ് നമുക്കറിയാം അല്ലേ, ട്രയാങ്കിളുടെ എല്ലാ സൈഡ്സും കൂടി ഈ എന്താണ് കൂട്ടിയാൽ എന്താ കിട്ടുക? 180 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 180 ഇത് രണ്ടും കൂടി കൂട്ടിയത് അങ്ങ് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 55 പ്ലസ് 55 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 70 കിട്ടും അല്ലേ. 180 ഇത് രണ്ടും കൂടി കൂട്ടി എത്ര? 110 അല്ലേ. അപ്പോൾ 180 110 കുറച്ചാൽ 70 ഡിഗ്രി കിട്ടും കേട്ടോ. ഓക്കെ, then in inner angle of a regular polygon is 135 degree. Regular polygonന്റെ inner angle എന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രി അല്ലേ. what is the measure of an outer angle? how many sides does it have? അപ്പോൾ ഇവിടെ എന്താണ്? what is the measure of an outer angle? how many sides does it have എന്ന്. എത്ര സൈഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ടർ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 135 is equal to 45 ഡിഗ്രി അല്ലേ. the number of sides are 360 by 45 is equal to 8. ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ 8 കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് x പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy നമ്മൾ പഠിച്ച ഇക്വേഷനാണ് അല്ലേ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് എന്താ 101 ഹോൾ സ്ക്വയറിൻ്റെ കാണുക അല്ലേ. അപ്പോൾ 101 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 100ഉം വൈൻ്റെ സ്ഥാനത്ത് 1ഉം അല്ലേ. അപ്പോൾ 100 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഇത്ര കിട്ടും കേട്ടോ. 10,201 ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതണം കേട്ടോ. ജസ്റ്റ് ആ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് എഴുതരുത്. നിങ്ങളെ പേപ്പറിൽ തന്നെ നിങ്ങൾ എന്താക്കുക? ഈ സ്റ്റെപ്പുകൾ ചെയ്യും. നോക്കൂ, ഇവിടെ ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു മാർക്ക് കിട്ടും. എന്താണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു മാർക്കാണ് അല്ലേ. പിന്നെ ആൻസർ കണ്ടെത്തുന്നതിന് വേറൊരു മാർക്ക്, അങ്ങനെയാണ് ഈ 2 മാർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക? നിങ്ങൾ സ്റ്റെപ്പുകളൊക്കെ എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. മനക്കടക്കോ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ എന്താക്കുക? സ്റ്റെപ്പ് ഇങ്ങനെ എഴുതുക, അതിന് തന്നെ മാർക്ക് വരുന്നുണ്ട് കേട്ടോ. ആൻസർ മാത്രം അവിടെ എഴുതി വെച്ചാൽ എന്താ ഒരു മാർക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പും കൂടി എഴുതുക കേട്ടോ. ഇനി 4ാമത്തെ എന്താണ്? ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 4:3. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 21, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? എന്താ ബോയ്സിനെയും ഗേൾസിനെയും ക്ലാസ്സിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4:3 ആണ് അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് എത്ര ഉണ്ട്? 21 ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗേൾസ് ബോയ്സും ഗേൾസും അല്ലേ. അപ്പോൾ ബോയ്സ് 4ഉം ഗേൾസ് 3ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? ഗേൾസിൻ്റെ അവിടെ എന്താ 21 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 3നോട് എന്ത് ചെയ്തപ്പോൾ 21 കിട്ടുക? എന്നൊരു ഷോർട്ട് നോക്കാം അല്ലേ. അപ്പോൾ 3 7s അല്ലേ. അപ്പോൾ 4 × 7 ചെയ്ത് നോക്കാം അല്ലേ. 4 × 7 എത്രയാണ്? 28 അല്ലേ. അല്ലെങ്കിൽ എന്താക്കുക? ഈ മെത്തേഡിൽ ചെയ്യുക. നോക്കൂ, നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു 21 × 4/3 അല്ലേ. അപ്പോൾ 4/3 എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താക്കുക? 21ൽ എത്ര? 3 × 7 അല്ലേ. പിന്നെ 7 × 4 48. സോറി 28 അല്ലേ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താ? ഗേൾസിൻ്റെ പറഞ്ഞിട്ടുണ്ട് അല്ലേ 21, ബോയ്സിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് 28. അപ്പോൾ രണ്ടും കൂടി കൂട്ടി എത്ര? 49 കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദ റോംബസ് ABCD AC is equal to 8 cm ആൻഡ് BD is equal to 6 cm. നോക്കൂ, AC അല്ലേ, ഇതെന്താ ഡയഗണൽ ആണ് അല്ലേ. AC 8 cm അതുപോലെ BD അടുത്ത ഡയഗണൽ അല്ലേ 6 cm ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എത്രയാണെന്നും അതുപോലെ AD എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എ ഒ ഡി എത്രയാണ് 90 ഡിഗ്രി അല്ലേ. ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് എ ഡി കണ്ടുപിടിച്ചൂടെ. ഇവിടെ നമുക്ക് എന്താണ് എ സി 8 സെൻറ്റിമീറ്റർ എന്നുണ്ടെങ്കിൽ ഇവിടെ എ എത്ര ആയിരിക്കും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതുപോലെ ബി ഡി 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ഒ എത്ര ആയിരിക്കും 3 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തൊക്കെ പൈത്തഗോറസ് തിയറം വെച്ച് ചെയ്യുക അല്ലേ. ഇങ്ങനെയാണ് ബേസ് സ്ക്വയർ എന്ത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അങ്ങനെ വെച്ച് നമുക്ക് കാണുക കേട്ടോ. നോക്കൂ അപ്പോൾ എത്ര നമുക്ക് കിട്ടിയത് എ ഡി സീക്വൽ ടു √4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ ഇസീക്വൽ ടു √16 പ്ലസ് 9 ഇസീക്വൽ ടു √25 √25 അല്ലേ. √25 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ. ഇനി ആൻസർ ഇനി 4 questions from 6 to 7. Each question carry 3 score കേട്ടോ. Babu deposited 20,000 rupees in a bank which pays 6% interest compounded annually. Compounded annually ആണ്. വാട്ട് എമൗണ്ട് വിൽ ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം എത്ര രൂപ കിട്ടുന്ന ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ഹി ഗെറ്റ്, എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്നും ചോദിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എമൗണ്ട് ഗെറ്റ് ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം നമുക്ക് എന്താക്കുക ഇത്രയും കിട്ടും അല്ലേ 20,000. അതായത് നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ പി ഇൻറ്റു 1 + r ഹോൾ റേസ് ടു n അല്ലേ. അങ്ങനെയല്ലേ. ദെൻ r/100 എന്താണ് എ ഇസ് ഈക്വൽ ടു എന്താ പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു n ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പി 20,000 തന്നിട്ടുണ്ട്, പിന്നെ 6 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 22,472 എന്ന് കിട്ടും അല്ലേ. ഇനി ഇൻട്രസ്റ്റ് കാണണമെങ്കിലോ നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കുറച്ചാൽ 2,472 റുപ്പീസ് എന്ന് കിട്ടും കേട്ടോ. ഇതും ചെയ്യാം. നോക്കൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1 മാർക്കും അതുപോലെ ഈ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതിന് 2 മാർക്ക്. ചിലർക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനൊക്കെ മറന്നു പോകും അല്ലേ. അങ്ങനെ മറക്കാൻ പാടില്ല. അവിടെ 2 മാർക്കാണ് മിസ്സായി പോകുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് The length of a rectangle is 2 meter more than 3 times its breadth. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 2 meter മോർ ദാൻ 3 times its breadth അല്ലേ. ബ്രെഡത്തിൻ്റെ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 meter. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 meter ആണ്. മോർ ദാൻ 3 times its breadth എങ്ങനെയാണ് പറയുന്നത് ഇവിടെ. എന്താ ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2 meters മോർ ദാൻ 3 times its breadth അല്ലേ. എന്താണ് ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം അതിൻ്റെ ബ്രെഡത്തിൻ്റെ 3 ഇരട്ടിയേക്കാൾ 2 meter കൂടുതൽ. അപ്പം 3 അല്ലേ 3 times b. അപ്പോൾ 3 times b അറിയാം 3b + 2 ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ് ലെങ്ത് ഈസ് ഈക്വൽ ടു 3b പ്ലസ് എന്ത് വരും 2 വരും അല്ലേ. 3b + 2 വരും. ഓക്കെ. ദെൻ പിന്നെന്താണ് ഇതിൻ്റെ പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട് 44 meter ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ് ഇവിടെ തന്നിട്ട് 44 പെരിമീറ്റർ അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചുറ്റളവാണ് അല്ലേ. അപ്പം 4 സൈഡും കൂടി കൂട്ടിയതാണ് എന്ത് പെരിമീറ്റർ അല്ലേ. അപ്പോൾ 4 സൈഡും കൂടി കൂട്ടിയ പറഞ്ഞാൽ എന്താണ് 2 ലെങ്ത്തും ഉണ്ടാവും 2 ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ 2 2 ആണ് അല്ലേ. അപ്പോൾ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും എന്ന് പറയുമ്പോൾ 2 ഔട്ട് സൈഡ് ഇട്ട് എന്താ 2 × l + b എന്ന് ചെയ്തു അല്ലേ. 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്തോ 44 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ l + b എത്രയായിരിക്കും ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കും 44/2 അല്ലേ. അപ്പോൾ 22 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ ആൻസർ എന്താണ് ഇത് 22 എന്ന് കിട്ടും. 22 കിട്ടും കേട്ടോ. ദെൻ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കാണണം അല്ലേ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത് പെരിമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് 22 കിട്ടിയിട്ടില്ലേ. ഇനി ഇക്വേഷനിൽ തന്നെ നമുക്ക് എന്താക്കുക ഇത് ചെയ്യുക അല്ലേ. ലെങ്ത്ത് എന്ന് പറയുന്നത് 3b + 2 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് എന്താക്കുക 3b + 2 + b ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് b ആണ് അല്ലേ. അപ്പോൾ 3b + 2 + b എന്ന് എഴുതുക. അപ്പം എത്ര ബികളുണ്ട് 3b ഉണ്ട് 1 b ഉണ്ട് അല്ലേ. അപ്പോൾ 4b ആയി അല്ലേ. അപ്പോൾ 4 × b + 2 = 22 എന്ന് എഴുതുക അല്ലേ. അതാണ് ഇവിടെ എഴുതിയത്. നോക്കൂ 4 × b + 2 = 22 അല്ലേ. ഇനി ഇത് എന്താക്കുക നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ എന്താ പ്ലസ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ 4b = 22 - 2 പറയുമ്പോൾ 20 അല്ലേ. അപ്പോൾ 4b = 20. ദെൻ ബ്രെഡ്ത്ത് = എന്താ 20 × 4 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി ഡിവൈഡഡ് ബൈ 4 ആവും അല്ലേ. അപ്പോൾ 25/4 എത്രയാ
5 മീറ്റർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ബ്രെഡ്ത്ത് 5 കിട്ടി. ഇനി എന്താണ്? ലെങ്ത് കണ്ടുകൂടെ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 22 നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ ടു 22 മൈനസ് ഈ ബ്രെഡ്ത്ത് കുറയ്ക്കിയാൽ അപ്പോൾ 17 മീറ്റർ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ? ലെങ്ത് 17 കിട്ടി, ബ്രെഡ്ത്ത് 5 മീറ്ററും കിട്ടി കേട്ടോ. ആ മീറ്ററും ഇതൊക്കെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ 0 O is the center. Sorry, in the figure O is the center. ഇതാണ് O അല്ലേ? AB is a diameter. AB diameter ആണ്. And C is a point on the circle. C എന്താ? point on the circle ആണ് അല്ലേ? What is the measure of angle AOC? AOC എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെഷർ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ? ഇത് മൊത്തം 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് 120 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ 180 120 കുറച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 120 കുറച്ചാൽ 60. അതാണ് ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയത് അല്ലേ? 60 ഡിഗ്രി കിട്ടിയ ആംഗിൾ AOC is equal to 60 ഡിഗ്രി. ഇനി പറഞ്ഞെന്താ? വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ OAC? വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ OAC ആണല്ലേ? OAC ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് ഈ ആംഗിൾ അറിയാം അല്ലേ? 60 ഡിഗ്രി അറിയാം. ഇത് 5 സെൻറ്റിമീറ്റർ ആണെന്നും അറിയാം അല്ലേ? അപ്പോൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കൂ, ഇവിടെ എന്താണ്? ഇത് AO ഉള്ള റേഡിയസ് ആണ്, AC-യും റേഡിയസ് ആണല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്ത്? ഈ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാലും ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ആംഗിൾ കിട്ടിയാൽ എന്താണ്? നമുക്ക് ബാക്കി 180 മൊത്തം എന്താ? 180 അല്ലേ? അപ്പോൾ 180ന്ന് ഈ ആംഗിൾ കുറയ്ക്കുക അല്ലേ? 60 ഡിഗ്രി കുറയ്ക്കുക, എന്നിട്ട് ബൈ 2 ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടുത്തും കിട്ടി ഇവിടുത്തും കിട്ടി അല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. 180 മൈനസ് 60/2 60 ഡിഗ്രി എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇതിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്ത്? ഇത് 60 ഡിഗ്രിയാണ് കിട്ടി. ഓൾ ആംഗിൾസ് 60 ഡിഗ്രിയാണ് കിട്ടി. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആകുമ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ റേഡിയസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഓക്കെ, റേഡിയസ് ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? എന്താണ്? 9th ക്വസ്റ്റ്യൻ. A plus B into A minus B is equal to A square minus B square അല്ലേ? അതായത് x plus y into x minus y is equal to x square minus y square നമ്മൾ പഠിച്ചല്ലേ? അവിടെ ഇത് മാറ്റിയെന്നേ ഉള്ളൂ അല്ലേ? ദെൻ നമുക്ക് നോക്കൂ, A plus 2 into A minus 2 അപ്പോൾ എന്തായിരിക്കും? ഇതിൽ വെക്കുമ്പോൾ A square minus എന്താണ്? 2 square അല്ലേ? അപ്പോൾ A square minus 4 ആണ് അല്ലേ കിട്ടുക. ദെൻ A square minus 4. അടുത്ത എന്താ? കാൽക്കുലേറ്റ് 5.6 ഹോൾ സ്ക്വയർ മൈനസ് 4.4 ഹോൾ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇത് ഇക്വേഷൻ അല്ലേ? A plus B into മൈനസ് B is equal to A square മൈനസ് B square എന്ന് പറഞ്ഞ ഇക്വേഷൻ ചെയ്തില്ല. അതേപോലെ 5.6 ഹോൾ സ്ക്വയർ ഇത് A ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ X ആക്കി എടുക്കുക. ഇത് 4.4 ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താക്കുക? Y ആക്കി എടുക്കുക അല്ലെങ്കിൽ B ആക്കി എടുക്കുക അല്ലേ? അപ്പം x സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്താണ്? x പ്ലസ് y ഇൻറ്റു എക്സ് മൈനസ് y അല്ല? ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 10th ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ? Which of the following statements is true regarding the diagonals of a rectangle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? Which of the following statements is true regarding the diagonals of a rectangle? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിളിനെ ഇതാക്കിയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഡയഗണൽസ് ആർ ഈക്വൽ എന്നുണ്ട്, ഡയഗണൽസ് ആർ പാരലൽ എന്നുണ്ട്, ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ഈച്ച് അതർ എന്നുണ്ട്, ഡയഗണൽസ് ആർ ഡിഫറെൻ്റ് എന്നുണ്ട്. ഏതാണ്? ഡയഗണൽസ് ആർ ഈക്വൽ ആണ് അല്ലേ? ഓക്കെ, ഇനി ബി എന്താണ്? ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. എന്താണ്? ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്ററും ഡയഗണൽ 6 സെൻറ്റിമീറ്ററും. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുക? നോക്കൂ, ആദ്യം നമ്മൾ ഒരു ലെങ്ത്ത് ഒരു താഴെയുള്ള 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? ഇവിടെ 45 ഡിഗ്രിയിൽ നമുക്ക് എന്താക്കുക? ഒരു ലൈൻ വരയ്ക്കുക അല്ലേ? എന്നിട്ട് എന്താക്കുക? അതിൽ ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ കോമ്പോസിറ്റ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ദെൻ അവിടെ നിന്ന് എന്താക്കുക? നമ്മൾ ജോയിൻ ചെയ്യുക, താഴോട്ടേക്ക് ജോയിൻ, ഇതിൽ 90 ഡിഗ്രിയിൽ എടുത്തിട്ട് ജോയിൻ ചെയ്യുക അല്ലേ? പിന്നെ എന്താക്കുക? ഇവിടുന്ന് എന്താക്കുക? എത്ര പോയിന്റിലാണ്? 5 സെൻറ്റിമീറ്ററിൽ ഇവിടുന്ന് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടുന്ന് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അളവ് എടുത്തിട്ട് എന്താക്കുക? നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് ജോയിൻ ചെയ്യുക. ഓക്കെ, then next 11th question എന്താണ്? ലൈൻ എ ബി ഇസ് ഡിവൈഡഡ് ഇൻറ്റു 7 ഈക്വൽ പാർട്സ്. ഫസ്റ്റ് 4 പാർട്സ് ടുഗദർ ഈസ് എ പി. അപ്പോൾ ഈ എ പി ഉള്ളത് എന്താണ്? 4 പാർട്സ് ആണ് കേട്ടോ. മൊത്തം 7 പാർട്സ് ആക്കിയിട്ട് ഇത് 4 പാർട്സ് ആണ് എന്ത് എ പി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 3 പാർട്ടായിരിക്കും അല്ലേ? വാട്ട് പോർഷൻ ഓഫ് എ ബി ഈസ് എ പി? വാട്ട് പോർഷൻ ഓഫ് എ ബി ഈസ് ബി പി ബി? വാട്ട് മൾട്ടിപ്പിൾ ഓഫ് പി ബി ഈസ് എ പി? എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
നോക്കൂ, AP is 4/7 part of AB, PB is 3/7 part of AB, AP is 4/3 times PB. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, എന്താണ് ആൻസർ എനി 5 questions from 12 to 18, each question carrying 4 score കേട്ടോ. Nitya deposited 40,000 rupees in a bank which pays interest compounded half yearly, compounded അല്ലേ, ഹാഫ് ഇയർലി ആണ്. ഇത് ഹാഫ് ഇയർലികളൊക്കെ നമുക്ക് പഠിച്ച സംഭവങ്ങളാണ് അല്ലേ. ഹാഫ് ഇയർലി വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 6 മാസം കൊണ്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏതാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. ഹാഫ് ഇയർലിയിൽ എന്താണ് പി സെയിം എന്നേക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താക്കും, എന്താണ് 6 മാസം ആകുമ്പോൾ വർഷത്തിൽ എത്ര 6 മാസം ഉണ്ട്, 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ എന്താണ് വർഷത്തിൽ 6 മാസം എത്ര ഉണ്ട്, 2 അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് തന്നിരിക്കുന്നതിനെ 2 ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 6 അങ്ങനെ 2 ഡിവൈഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എത്ര തരിക, നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ എത്ര എടുക്കുക, 6 മന്തിലാവുമ്പോൾ നമ്മൾ 2 ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഹാഫ് ഇയർലി ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്യാഷ് വെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10%. അപ്പോൾ റേറ്റ് 10% അല്ലേ. അപ്പോൾ 6 എന്താ 10/2 5 ആയിട്ടാണ് നമ്മൾ 6 എടുക്കേണ്ടത് കേട്ടോ. ആഫ്റ്റർ 1 year ഷീ വിഡ്രോ 15,000 rupees. ഹൗ മച്ച് വുഡ് ഷീ ഹാവ് ഇൻ ഹർ അക്കൗണ്ട് ആഫ്റ്റർ വിഡ്രോയിങ് 15,000 rupees? ഹൗ മച്ച് എമൗണ്ട് വുഡ് ഷീ ഹാവ് ഇൻ ഹർ അക്കൗണ്ട് അഗെയിൻ ആഫ്റ്റർ 6 months? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എത്ര കണ്ടോ അങ്ങനെ ചെയ്യുന്നില്ലേ. അപ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാണ് വരുന്നത്, അപ്പോൾ 29,100 rupees കിട്ടും അല്ലേ. 40 ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. ചെയ്തിട്ട് എന്താക്കുക, നമ്മൾ 15,000 എന്താണ് ബാലൻസ് എമൗണ്ട് പറയുമ്പോൾ 15,000 അവിടെ അടച്ചെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇവിടെ പറഞ്ഞില്ലേ 15 വിഡ്രോ ചെയ്തു അല്ലേ. 50,000 വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അതാണിത് വിഡ്രോ ചെയ്യുന്നത് കേട്ടോ. ബാലൻസ് എമൗണ്ട് അപ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താക്കുക 6 months കൂടി കഴിയുമ്പോൾ എത്ര രൂപ ആകുമ്പോൾ ഈ നമ്മളെ പി എന്താവും 29,100 ആയി മാറും അല്ലേ. അപ്പോൾ 30,555 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 13th question. A square and 2 rhombuses are joined as shown in the figure. Draw the figure as per the given measure. ഈ തന്നിരിക്കുന്ന മെഷർ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ വരയ്ക്കും, ഇത് സ്ക്വയറാന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആദ്യം സ്ക്വയർ എന്താ 5 centimeter അങ്ങ് വരയ്ക്കുക അല്ലേ. പിന്നെ മുകളിൽ എടുത്തിട്ട് എന്താ 40 degree അങ്ങ് വരയ്ക്കുക. പിന്നെ എങ്ങനെ വരയ്ക്കുക, ഇതേപോലെ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഇത് 5 centimeter അല്ലേ. അപ്പോൾ 40 degree അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക 5 centimeter ഇത് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ ചെയ്യുക, ഇതേപോലെ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് റോംബസ് എന്ന് പറഞ്ഞാൽ 4 sides ഉണ്ടാവും, 4 വെർട്ടിസസും ഉണ്ടാവും അല്ലേ. ഓൾ സൈഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആണ്, എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ ഇവിടുത്തെ 5 centimeter നമ്മൾ തന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 40 degree എടുത്തിട്ട് ഇവിടുന്ന് 5 centimeter, ഇതൊക്കെ 5 centimeter ആയിരിക്കില്ല. റോംബസ് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ് അല്ലേ. പിന്നെന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ ഇവിടുത്തെ 40 degree എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ 40 degree എടുത്ത് വരച്ചതിന് ശേഷം എന്താക്കുക 5 centimeter കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ എന്താക്കുക ഇവിടുന്ന് അങ്ങനെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 9 numbers in a calendar ഫോമിങ് എ സ്ക്വയർ ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. 9 numbers തന്നിട്ടില്ല കലണ്ടറിൽ. എന്താണ് ഈ കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല, സ്ക്വയറിലുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടില്ലേ. അപ്പോൾ എന്താ റൈറ്റ് ദ ഡയഗണൽ പെയർസ്, എന്താണ് അതിൻ്റെ ഡയഗണൽ പെയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡയഗണൽ പെയർ, ഇതിൻ്റെ ഡയഗണൽ പെയർ ഇതാ മാർക്ക് ചെയ്ത് 8 ഉം 24 അല്ലേ. പെയർ 1 എത്രയാണ്, ആ പെയർ 1 ഈക്വൽ ടു എന്താ 8 24 എഴുതുക. പിന്നെ പെയർ 2 എന്ന് പറഞ്ഞിട്ട് താഴെ പെയർ 2 ഈക്വൽ ടു 10 ഉം 22 അല്ലേ. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഡയഗണൽ പെയർ. ഇനി എന്താണ് അതിൻ്റെ സം ഓഫ് ഡയഗണൽ പെയർ, ഇത് 8 24 കൂട്ടുക, അതുപോലെ 10 ഉം 22 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആ എത്രയാണെന്ന് ചോദിച്ചത്, ഇതാ നോക്കൂ എത്ര 8 + 24 മൈനസ് 10 + 22 അല്ലേ. അപ്പോൾ എന്താ രണ്ടും കൂടി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, 0 കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ തന്നിരിക്കുക, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഓഫ് സംസ് ഓഫ് ഡയഗണൽ പെയർസ് ഈസ് ഓൾവേസ് ഈക്വൽ ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. അപ്പോൾ ആൾജിബ്ര വെച്ച് എന്താണ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കിയെടുക്കും, ഇത് എക്സ് അല്ലേ, പിന്നെ ഇത് എന്താക്കിയെടുക്കുക, ഇത് x+1 x+2 അല്ലേ. പിന്നെ നമുക്ക് ഇത് കലണ്ടറാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എത്രയ്ക്കും x+7 അല്ലേ. പിന്നെ x+8 x+9, പിന്നെ അതെന്താണ് ഉള്ളത് നോക്ക് 7 ഇതല്ലേ കലണ്ടറിൽ, അത് വെച്ച് ചെയ്യാം കേട്ടോ. x+16 വരെ വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതാ ഡയഗണൽ x+16 മൈനസ് x+2 പ്ലസ് x+14 ആയിരിക്കും അല്ലേ.
എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ നമുക്ക് 0 കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ക്വാഡ്രിലേറ്റർ ABCD വിത്ത് ദ ഗിവൺ മെഷർമെൻറ്റ്സ്. എന്താണ് ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ക്വാഡ്രിലേറ്റർ ABCD വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വരയ്ക്കുക? അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ട് ആദ്യം 6 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുക. എന്നിട്ട് കോമ്പോസിറ്റ് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഇതല്ലേ, അപ്പോൾ എന്താണ് അവിടെ 5 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പോസിറ്റ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതും ജോയിൻ ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് എന്താക്കുക, 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക അല്ലേ. എന്നിട്ട് എന്താക്കുക, അത് ജോയിൻ ചെയ്യുക, ഇതും ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? എ കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് at the rate of 5% every year. If the current price of the laptop is 15,000 rupees, then what will be the price of a laptop after 1 year? ഒരു വർഷത്തിന് ശേഷം ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ 2 years what will be the amount of increase in the price of a laptop? അപ്പോൾ നമുക്കറിയാമല്ലേ, ഇൻക്രീസും ഡിക്രീസും നമുക്ക് പഠിച്ചതല്ലേ. അപ്പോൾ ഇൻക്രീസ് ആണെന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻക്രീസ് ആണെങ്കിൽ A = P × 1 + R/100 ഇനി ഡിക്രീസ് ആണെങ്കിലോ A = P × 1 - R/100 അല്ലേ. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് ആഫ്റ്റർ 1 year എന്ന് പറഞ്ഞിട്ട് 5,000 അല്ലേ, ഇത് ചെയ്യാം. അപ്പം ഇത്ര കിട്ടും അല്ലേ. പ്രൈസ് ആഫ്റ്റർ 2 years എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടും അല്ലേ. ഇനി ഇൻക്രീസിൻ്റെ പ്രൈസ് എത്രയാണ്? എന്താണ് 55,125 ആദ്യത്തെ പൈസ കുറയ്ക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 5,125 കിട്ടും അല്ലേ. പ്രൈസ് എത്രയാണ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ 17th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. given x plus y whole square minus x minus y whole square is equal to 2 × x square plus y square എന്ന് വിചാരിക്കുക. യൂസിങ് ദ കൺസെപ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഈ കൺസെപ്റ്റ് വെച്ച് എന്താക്കുക, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 3 + y അല്ലേ. എക്സിൻ്റെ സ്ഥാനത്ത് എന്താ 3 ആണ്, വൈൻ്റെ സ്ഥാനത്ത് y തന്നെ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ അല്ലേ, അപ്പോൾ 3 + y അല്ലേ. അപ്പോൾ x - y ആകുമ്പോൾ എന്താ 3 - y ഹോൾ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, 3 - y ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാൽ x + 1 ഹോൾ സ്ക്വയർ പ്ലസ് x - 1 ഹോൾ സ്ക്വയർ. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്, വൈൻ്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ = 2 × x² പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് 1 അല്ലേ. അപ്പോൾ y² എടുത്ത് 1² എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അവിടെ 1² അല്ലേ. ദെൻ അടുത്ത എന്താണ് വരുന്നത് നോക്കിയാൽ 21² പ്ലസ് 19² ആണ്. 21² പ്ലസ് 19² ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എന്താ അറിയാം, 20 + 1 ഹോൾ സ്ക്വയർ എന്നും 20 - 1 ഹോൾ സ്ക്വയർ. 20 - 1 എന്ന് പറഞ്ഞാൽ എന്താ 19. 20 + 1 എന്ന് പറഞ്ഞാൽ 21 കണ്ടോ, 21. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 20യും വൈൻ്റെ സ്ഥാനത്ത് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എന്ത് 2 × 20² പ്ലസ് 1² കണ്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Read the mathematical concept given below and answer the following question. 1 × 3 is equal to ഇങ്ങനെ തന്നില്ലേ, 1 + 1 ഹോൾ സ്ക്വയർ - 1. 2 × 4 is equal to 2 + 1 ഹോൾ സ്ക്വയർ - 1. 3 × 5 is equal to 3 + 1 ഹോൾ സ്ക്വയർ - 1. 4 × 6 is equal to 4 + 1 ഹോൾ സ്ക്വയർ - 1. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്തത് എന്താ 1 2 3 4 അല്ലേ. അപ്പോൾ എന്താണ് 5 × പിന്നെ എന്താ 3 4 5 6 7 അല്ലേ. 5 × 7 is equal to പിന്നെന്താണ് ഇവിടെ 4 × 6 ആകുമ്പോൾ 4 ആദ്യം വന്നിരിക്കുന്നത് അല്ലേ. 3 × 3 ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണോ അതായിരിക്കും ഇവിടെ അല്ലേ. അപ്പോൾ 5 പ്ലസ് പിന്നെ 1 തന്നെ കോമൺ ആയിട്ട് തന്നെ 1 അല്ലേ. അപ്പോൾ 5 + 1 ഹോൾ സ്ക്വയർ - 1 കണ്ടോ, 5 + 1 ഹോൾ സ്ക്വയർ - 1. ഓക്കെ, ആ കൺസെപ്റ്റ് അതാണ് കേട്ടോ. ദെൻ നമ്മളൊന്ന് നോക്കുക, അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ദെൻ ഇൻ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ദ പ്രോഡക്റ്റ് ഓഫ് എ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ ഈസ് ഈക്വൽ അല്ലേ. ഈ കോൺസിക്യൂട്ടീവിൽ എന്താണ് ആദ്യത്തെ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ 3 എടുത്ത് എന്താ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റും തേർഡ് നമ്പർ ഈക്വൽ ആയിരിക്കും. ടു 1 സബ്ട്രാക്റ്റഡ് ഫ്രം ദ സ്ക്വയർ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 1 അല്ലേ. അതാണ് ഇവിടെ മുകളിൽ തന്നിരിക്കുന്നത് കേട്ടോ. മുകളിൽ ഇവിടെ തന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലൈൻ എഴുതാൻ പറഞ്ഞ് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ അടുത്ത എന്താണ് 10 × 12 പിന്നെ ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും ഇതിൽ നോക്കിയാൽ മതി. 10 × 12 വരുമ്പോൾ 4 × നോക്കൂ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് 2 ഇല്ല 3 ആണ് അല്ലേ. അതുപോലെ 2 കഴിഞ്ഞിട്ട് 3 ഇല്ല 4 ആണ്. 3 പിന്നെ 4 ഇല്ല 5 ആണ്.
ഇവിടെ 5 ഇല്ല 6 ആണ്. അപ്പോൾ ഏത് നമ്പർ അതിൻ്റെ ഇടയിൽ വിട്ടിട്ടാണ് എടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നോക്കൂ 10 × 12 11 ഇല്ല 12. ഇനി ഇവിടെ ചെയ്ത് നോക്കിയേ, ഇവിടെ ഈ ഫസ്റ്റത്തെ ഈ നമ്പറാണ് 1, ഇവിടെ 2 നോക്കൂ ഈ നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതുക, 10 ആണ് ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ 10 + 1 ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരിക കേട്ടോ. നോക്കിയേ അങ്ങനെയല്ലേ വരുന്നത്, 10 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, 13 × എത്രയായിരിക്കും, ഇവിടെ നമ്മൾ ഒന്ന് ഒഴിവാക്കി പിടിച്ചാൽ 13 × 14 ആണല്ലേ വരിക. 13 × 14 അല്ലേ, 13 × 14 അല്ലേ, 15 അല്ലേ, 14 ഇല്ലല്ലോ, അടുത്ത 10 ആണെങ്കിൽ 11 ഇല്ലല്ലോ, 12 അല്ലേ. അതേപോലെ 13 കഴിഞ്ഞിട്ട് 14 ഇല്ല 15 ആണ് അല്ലേ. അപ്പോൾ 30 × 15 ആണ് വരുന്നത് അല്ലേ, 30 × 15. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, x × x + 2 അല്ലേ. അതായത് x കഴിഞ്ഞിട്ട് 13 ആണെങ്കിൽ ആ നമ്പർ എന്നോട് 2 കൂട്ടിയതാണിത് അല്ലേ. അപ്പോൾ x × x + 2. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, x + 1 ഹോൾ സ്ക്വയർ അല്ലേ. ഈ നമ്പർ തന്നെയല്ലേ ഇവിടെ. അപ്പോൾ ഈ ഫസ്റ്റത്തെ നമ്പറാണ് ഇവിടെ വരിക. അപ്പോൾ x പ്ലസ് പിന്നെ 1 സെയിം തന്നെ, 1 ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലേ. അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. കണ്ടോ, x + 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കി തന്നെ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, നന്നായി മാർക്ക് നേടുക കേട്ടോ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു.